പരിശുദ്ധ അമ്മയെ നമ്മൾ അളവറ്റ് സ്നേഹിക്കുകയും അമ്മയോട് ഒത്തിരിയേറെ ഭക്തി കാണിക്കുന്നവരുമാണ് നമ്മളുടെ ഈ ഭക്തി ദൈവവിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. ദൈവവചനത്തിലും പാരമ്പര്യങ്ങളിലും വേരൂന്നിയതുമാണ്. അമ്മയെ നമുക്ക് കൂടുതൽ സ്നേഹിക്കാം. അതുവഴി നമുക്ക് ഈശോയെയും സ്നേഹിക്കാം. എല്ലാ പ്രേക്ഷകരെയും ആവേ മരിയ പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. 1854 9-ാം പിയൂസ് മാർപ്പാപ്പ പരിശുദ്ധ മറിയത്തിൻ്റെ അമലോത്ഭവം വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചു. ഓരോ അമ്മയും തൻ്റെ കുഞ്ഞുങ്ങളുടെ രൂപീകരണത്തിന് കാരണമാകുന്നുണ്ട്. അതുപോലെ പരിശുദ്ധ മറിയവും ദൈവകുമാരന് തൻ്റെ രൂപീകരണത്തിന് അവൾക്കുള്ളതെല്ലാം സംഭാവന ചെയ്തവളാണ്. പരിശുദ്ധ അമ്മ ഇതിന് കാരണമായത് അവളുടെ വലിയ സ്നേഹവും ദൈവത്തോടുള്ള വിശ്വസ്തതയും മനുഷ്യരോടുള്ള കരുണയുമാണ്. അമ്മയുടെ സ്നേഹത്തിൻ്റെ മടിത്തട്ടിൽ നമുക്ക് നമ്മുടെ തല ചായ്ക്കാം. അമ്മയുടെ സ്നേഹത്തിൻ്റെ അരികിൽ ഞങ്ങളെ ഇരുത്തണമേ എന്ന് നമുക്ക് തുടർന്ന് വരുന്ന ഗാനത്തിലൂടെ പാടി പ്രാർത്ഥിക്കാം. കല്യാണ വീട്ടിൽ നാം കണ്ടെത്തുക സാധാരണക്കാരൻ്റെ വിഷമങ്ങൾ അറിയുന്ന, അവൻ്റെ സന്തോഷങ്ങളിൽ പങ്കുചേരുന്ന ഒരമ്മ. അവിടുത്തെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ മകനെ അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞ് മകൻ്റെ മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന അമ്മ. അമ്മയുടെ പ്രാർത്ഥന നിരസിക്കാത്ത ദൈവകുമാരൻ. ഈ അമ്മയോട് നമ്മുടെ കുടുംബത്തിലെ ആവശ്യങ്ങളും നമുക്ക് പറയാം. എൻ്റെ ഈ സ്നേഹത്തിൻ്റെ വീഞ്ഞു തീർന്നുപോയ ഹൃദയം അമ്മേ നീ കാണുന്നുണ്ടല്ലോ. ഞാൻ കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളിലും അവിടുത്തെ സ്നേഹത്തിൻ്റെ വീഞ്ഞു പകർന്നു കൊടുക്കുവാൻ എന്നെ അമ്മ സഹായിക്കണമേ. ശോകാദ്രശൂന്യം ഹൃദയം സ്നേഹത്തിൻ വീഞ്ഞില്ല തെല്ലും
മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെയും പരിശുദ്ധ അമ്മയുടെ മക്കളായി ഈ ഭൂമിയിൽ ജീവിച്ച് സ്വർഗത്തിലേക്ക് എത്തുവാൻ ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നവരാണ്. പരിശുദ്ധ അമ്മയോട് ഒരുപാട് നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്. പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മൾ ഒരുപാട് പഠിക്കുന്നവരാണ്. പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മൾ ഒരുപാട് ധ്യാനിക്കുന്നവരാണ്. ജപമാല ചൊല്ലി ദിവസത്തിൻ്റെ പല മണിക്കൂറുകൾ പരിശുദ്ധ അമ്മയുടെ കൂടെ ചെലവഴിക്കുന്നവരാണ് നമ്മൾ. അങ്ങനെയെങ്കിൽ ആ ഒരു മരിയ ഭക്തിയുടെ പൂർണ്ണതയിലേക്ക് വളരാൻ നമുക്കൊരു ആഗ്രഹമുണ്ടാകണം. അതായത് എങ്ങനെയാണ് ഈ മരിയ ഭക്തിയുടെ പൂർണ്ണതയിലേക്ക് വളരുന്നത്? പ്രിയപ്പെട്ടവരെ, അതിനൊരു കുഞ്ഞു കാര്യമാണ് ഈ തിരുമണിക്കൂറിൽ അച്ഛന് പറയാനുള്ളത്. പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചു നടക്കുന്ന ഒരവബോധം മനസ്സിലുണ്ടാവട്ടെ. വിശുദ്ധ ബെനഡിക്റ്റ് ആ പുണ്യവാൻ്റെ ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ പങ്കുവെച്ച സുന്ദരമായൊരു ചിന്തയുണ്ട്. വിശുദ്ധ ബെനഡിക്റ്റ് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ അരികിൽ വിളിച്ചിട്ട് പുണ്യവാൻ പറഞ്ഞു കൊടുത്തു, മക്കളെ, നമ്മൾ സ്വർഗത്തിലേക്കുള്ള യാത്രയിലാണ്. മക്കളെ, നമ്മളൊക്കെ സ്വർഗത്തിലേക്കുള്ള യാത്രയിലാണ്. സ്വർഗത്തിലേക്കുള്ള യാത്രയിലാണ് നമ്മളെങ്കിൽ സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ നമ്മൾ തനിയെ സഞ്ചരിച്ചാൽ പോരാ. സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ ആരുടെയെങ്കിലും കരം പിടിച്ചാൽ നമ്മൾ സുരക്ഷിതരാണ്. ദൈവികരായ മനുഷ്യരുടെ കരം പിടിക്കുന്നതും ദൈവികരായ മനുഷ്യരോട് ചേർന്ന് നിൽക്കുന്നതും നമ്മുടെ യാത്രയ്ക്ക് അല്പം കൂടി സുരക്ഷിതത്വം പകരും. അതുകൊണ്ട് സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ നീ ആരുടെയെങ്കിലും കരം പിടിക്കണം. നീ തനിയെ സഞ്ചരിച്ചാൽ ഒച്ചയിഴയുന്നത് പോലെ മെല്ലെ മെല്ലെ അനങ്ങി നീ സഞ്ചരിക്കും. സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ നീ വിശുദ്ധരുടെ കരം പിടിച്ചാൽ നീ ഓടുകയായിരിക്കും. അല്പം കൂടി വേഗതയിൽ നമുക്ക് പോകുവാൻ സാധിക്കും. എന്നാൽ സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ നീ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചാൽ പറക്കും. അതായത് സ്വർഗത്തിലേക്ക് പറന്നുയർന്ന ഒരമ്മയുടെ കരം പിടിച്ചാൽ സ്വർഗത്തിൻ്റെ മഹാത്ഭുതത്തിലേക്ക് നിനക്ക് പറക്കാൻ പറ്റും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു മരിയ ഭക്തിയുടെ ആഴം എന്നൊക്കെ പറയുന്നത് എപ്പോഴും പരിശുദ്ധ അമ്മയുടെ കരം എൻ്റെ അരികിലുണ്ട്, പരിശുദ്ധ അമ്മ എൻ്റെ തോളത്തുണ്ട് എന്നുള്ളൊരു അവബോധത്തിൽ ജീവിക്കുമ്പോൾ പാപമില്ലാതെ ശരീരം മുഴുവൻ പരിശുദ്ധിയിൽ സൂക്ഷിക്കുന്ന ഒരഭിഷേകം നമ്മളിലേക്ക് നിറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ യഥാർത്ഥ മരിയ ഭക്തിയുടെ പുണ്യവാനായിരുന്നു. യഥാർത്ഥ മരിയ ഭക്തി കൊണ്ട് നിറഞ്ഞ ആ ജീവിതം പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ജീവിതത്തിൻ്റെ സായാഹ്നങ്ങൾ താണ്ടിയ അഭിഷേകം നിറഞ്ഞൊരു ജീവിതമായിരുന്നു. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ സായാഹ്നത്തിൽ എഴുതിയ സുന്ദരമായൊരു ചാക്രിക ലേഖനത്തിൽ ഇങ്ങനെ കുറിച്ചു വച്ചിട്ടുണ്ട്: പരിശുദ്ധ അമ്മയുടെ കരം പിടിക്കാൻ മക്കളെ നിങ്ങൾ മറക്കരുത്. മാർപ്പാപ്പ പറയുകയാണ്, കാൽവരിയുടെ പരിശുദ്ധ അർപ്പണമാണ് വിശുദ്ധ കുർബാന. കാൽവരിയുടെ അർപ്പണമാണ് പരിശുദ്ധ കുർബാനയെങ്കിൽ കാൽവരിയിൽ സംഭവിച്ച ഓരോ സംഭവങ്ങളും ഓരോ പരിശുദ്ധ കുർബാനയിലും സംഭവിക്കും. കാൽവരിയിൽ വെച്ച് വലിയൊരു കൈമാറ്റം നടന്നു. ദൈവകുമാരൻ തൻ്റെ പ്രിയപ്പെട്ട മാതാവിനെ മനുഷ്യകുലത്തിന് മുഴുവൻ അമ്മയായി നേദിച്ച് നൽകി. കാൽവരിയിൽ സംഭവിച്ച ഈ ഒരു മഹാസത്യം ഓരോ പരിശുദ്ധ കുർബാനയിലും സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് മാർപ്പാപ്പ പറയുകയാണ്, അൾത്താരിൽ പരികർമ്മം ചെയ്യപ്പെടുന്ന ഓരോ പരിശുദ്ധ കുർബാനയിലും യോഹന്നാൻ എന്ന പോലെ നവമായി നൽകപ്പെടുന്ന പരിശുദ്ധ കന്യകാമറിയത്തെ നീ സ്വീകരിക്കണം. നിന്റെ കൂടെ നടക്കാൻ അവളെ അനുവദിക്കണം. നിന്റെ കരങ്ങളോട് അവളുടെ കരങ്ങൾ നീ കോർത്തു പിടിക്കണം. കാൽവരിയിൽ സംഭവിച്ച ഓരോ അത്ഭുതങ്ങളും ഓരോ പരിശുദ്ധ കുർബാനയിലും സംഭവിക്കുമ്പോൾ കാൽവരിയിൽ വെച്ച് യോഹന്നാനിലേക്ക് നിറഞ്ഞ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തെ നീ ഓരോ പരിശുദ്ധ കുർബാനയും പരിശുദ്ധ കുർബാന സ്വീകരിച്ച് പുറത്തേക്ക് പോകുന്ന നീ ഉള്ളിൽ കർത്താവിനെ സ്വീകരിച്ച് മാതാവിൻ്റെ കരവും പിടിച്ചു വേണം പുറത്തേക്ക് പോകുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ പിടിച്ച് യാത്ര ചെയ്യുന്നവരൊക്കെ വിശുദ്ധരാ. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു ചെറുപ്പക്കാരനെ പരിചയപ്പെടുത്തു. ഒരു ബാലനാണ് അവൻ. അവനൊരിക്കൽ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛാ, എനിക്ക്
ജീവിതത്തിൽ 4 പേരെ പരാജയപ്പെടുത്തണം എന്നൊരാഗ്രഹമുണ്ട്. ഞാൻ പറഞ്ഞു, മോനെ, അതത്ര നല്ല ആഗ്രഹമല്ല. പരാജയപ്പെടുത്തുക, തോൽപ്പിക്കുക, അങ്ങനെ പിടിവാശി കാണിക്കേണ്ട ഒരു പ്രായത്തിൽ നിന്ന് നീ രക്ഷപ്പെടാൻ നോക്ക്. ഉടനെ അവൻ എന്നോട് ചോദിച്ചു, അച്ഛൻ ചോദിക്കുന്നില്ലല്ലോ ആരെയാണ് പരാജയപ്പെടുത്തേണ്ടത്? ഞാൻ ചോദിച്ചു, നിന്റെ സുഹൃത്തുക്കളെ ഞാൻ എങ്ങനെ അറിയാനാ? അതുകൊണ്ട് നീ ആരെ പരാജയപ്പെടുത്തണമെന്ന് നീ തന്നെ പറ. അവൻ എന്നോട് പറഞ്ഞു, അച്ഛാ, എനിക്ക് 4 പുണ്യവാന്മാരെ ഇഷ്ടമാണ്. 1 വിശുദ്ധ പാത്രിപ്പിയോ, 2 വിശുദ്ധ അൽഫോൻസ, 3 വിശുദ്ധ കുരിശിൻ്റെ യോഹന്നാൻ, 4 വിശുദ്ധ അമ്മ ത്രേസ്യ. ഈ 4 വിശുദ്ധരെക്കുറിച്ച് ഞാൻ ഒത്തിരി പഠിച്ചു, ഒത്തിരി വായിച്ചു, ഒത്തിരി അറിവ് സമ്പാദിച്ചു. ഈ 4 പേര് എനിക്കെന്തോ എൻ്റെ മനസ്സിന് ഇഷ്ടപ്പെട്ടവരായി ഞാൻ മാറ്റി. എനിക്ക് ഈ 4 പേരെ പരാജയപ്പെടുത്തണം. ഞാൻ ചോദിച്ചു, മോനെ, നിൻ്റെ മനസ്സിൻ്റെ ആഗ്രഹം എന്താണ്? എങ്ങനെ പരാജയപ്പെടുത്തണമെന്നാണ് നീ പറയണത്? അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, അച്ഛാ, ഇവരെങ്ങനെ ദൈവത്തെ സ്നേഹിച്ചു എന്ന് എനിക്കറിയാം. ഇവരെങ്ങനെയാണ് ദൈവത്തെ പ്രസാദിപ്പിച്ചതെന്നും എനിക്കറിയാം. അതുകൊണ്ട് ഇവർ സ്നേഹിച്ചതിനേക്കാൾ കൂടുതൽ ഞാൻ ദൈവത്തെ സ്നേഹിക്കും. ഇവർ ദൈവത്തോട് കാണിച്ച സ്നേഹത്തെക്കാൾ, ആത്മാർത്ഥതയേക്കാൾ കൂടുതൽ ആത്മാർത്ഥത, കൂടുതൽ സ്നേഹം ഞാൻ ദൈവത്തോട് കാണിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചും സ്നേഹിച്ചും മുന്നേറുമ്പോൾ ഞാൻ ഇവരെ പരാജയപ്പെടുത്തി ഇവരെക്കാൾ മുൻപന്തിയിൽ ദൈവപിതാവിൻ്റെ മടിത്തട്ടിലേക്ക് പ്രവേശിക്കും. ഇവനിത് പറയുമ്പോൾ ഇവൻ എന്നോട് പറയുകയാണ്, ഞാൻ അമ്മയുടെ മോനാന്ന് അച്ഛൻ അറിയാലോ. പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചപ്പോൾ ഈ മകനിൽ നിറഞ്ഞൊരു ദൈവസ്നേഹത്തിൻ്റെ അഗ്നിയുണ്ട്. പ്രിയപ്പെട്ടവരെ, ലൂക്കാ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 27-ാം തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം. ജീവിതം മുഴുവൻ ഇങ്ങനെ പൂർണ്ണ ശക്തിയോടും അഭിഷേകത്തോടും കൂടി സ്നേഹിക്കാനായിട്ട് ഇവനെ പഠിപ്പിച്ചത് ഇവൻ്റെ പ്രിയപ്പെട്ട അമ്മയോടുള്ള ഭക്തിയാണ്. പരിശുദ്ധ അമ്മയുടെ മകനായി പരിശുദ്ധ അമ്മയുടെ കൈപിടിച്ച് ഈ കൊച്ച് നിഷ്കളങ്കനായി ജീവിച്ചപ്പോൾ അവനൊരു 3 വിശുദ്ധരെയും കൂടെ 4 വിശുദ്ധരെയും കൂടെ അരികിൽ കിട്ടി. ആ 4 വിശുദ്ധരുടെ കൂടെ ജീവിതം പഠിച്ചപ്പോൾ പരിശുദ്ധ അമ്മയുടെ മകനായി നിന്നവന് ദൈവസ്നേഹം കൊണ്ട് ഉള്ളവും ഹൃദയവും ശരീരവും മനസ്സും കത്തി നിന്ന ഒരമ്മയുടെ മകന് ദൈവത്തെ സ്നേഹിക്കാനുള്ളൊരു അഭിഷേകം കിട്ടി. ഞാൻ പറഞ്ഞത്, പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് നീ നടന്നാൽ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ വിളങ്ങി നിന്ന ഓരോ പുണ്യങ്ങളും നമ്മളിലേക്ക് അഭിഷേകത്തോടെ കത്തി ജ്വലിക്കാൻ തുടങ്ങും. പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലും ജീവിതത്തിലും വിളങ്ങി നിന്ന ഒരു പ്രധാനപ്പെട്ട പുണ്യമാണ് ജീവിതത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തെ സ്നേഹിക്കുക, ദൈവികമായ നിയോഗങ്ങളെ സ്നേഹിക്കുക, ദൈവികമായ ചോദ്യങ്ങൾക്ക് ജീവിതം കൊണ്ട് ഉത്തരം പറയുക, ദൈവത്തെ സ്നേഹിക്കുക. ഇങ്ങനെയൊരു ദൈവസ്നേഹത്തിൻ്റെ അഗ്നി, ദൈവസ്നേഹത്തിൻ്റെ തീക്കാറ്റ് ഈ കുഞ്ഞിൻ്റെ ജീവിതത്തിലേക്ക് നിറഞ്ഞത് പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചതുകൊണ്ടല്ലേ? പ്രിയപ്പെട്ടവരെ, നാം എവിടെയായിരുന്നാലും, നാം എവിടെ അധ്വാനിച്ചാലും, നാം എവിടെ ഉറങ്ങിയാലും, നാം എവിടെ പഠിച്ചാലും, നാം എവിടെ ജീവിച്ചാലും പരിശുദ്ധ അമ്മയുടെ തണലിലാണ്, പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചാണ്, പരിശുദ്ധ അമ്മയുടെ മകനായിട്ടാണ്, എൻ്റെ തോളത്ത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമുണ്ട് എന്നൊരു ചിന്ത, എന്നൊരവബോധം, എന്നൊരു നല്ല ഓർമ്മ നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം, മറക്കാതിരിക്കാം. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ കൂടെ നടക്കുമ്പോൾ വിശുദ്ധ ബെനഡിക്റ്റ് സ്വന്തമാക്കിയ ഒരു ദൈവാനുഭവം, വിശുദ്ധ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ സ്വന്തമാക്കിയ ഒരു ദൈവസ്നേഹത്തിൻ്റെ അനുഭവം, ഈ കൊച്ചു ബാലനെ പോലെ നമ്മളും നിറയേണ്ട, നമ്മളിലേക്കും പകരപ്പെടേണ്ട ദൈവാനുഭവത്തിലേക്ക് നമ്മളൊക്കെയും ആയിത്തീരട്ടെ. പരിശുദ്ധ അമ്മ അതിനുവേണ്ടി നമ്മുടെ മനസ്സുകളെ ഒരുക്കട്ടെ, അതിനുവേണ്ടി നമ്മുടെ ജീവിതത്തെ ഒരുക്കട്ടെ, അതിനുവേണ്ടി നമ്മുടെ ഭവനങ്ങളെ ഒരുങ്ങട്ടെ. നമുക്ക് ആ അമ്മയുടെ കരം പിടിക്കാം, നമുക്ക് ആ അമ്മയോട് ചേർന്ന് നിൽക്കാം, നമുക്ക് ആ ജപമാല അല്പം കൂടെ മുറുക്കെ പിടിക്കാം, നമുക്ക് ആ ജപമാല മണികളെ അല്പം കൂടെ അധികമായി സ്നേഹിക്കാം. ആ ജപമാല മണികളിൽ വിരിയുന്ന ദൈവസ്നേഹം, മാതൃഭക്തി നമ്മളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ തക്കവിധം ആത്മീയ ജീവിതത്തിൽ ആഴപ്പെടുത്തട്ടെ. ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മൾ അമ്മയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ പാപകരമായ ജീവിതം പാടെ ഉപേക്ഷിക്കുവാനും നവീകരിക്കപ്പെട്ട ഒരു ജീവിതം നയിക്കുവാനും അമ്മയുടെ ജീവിതം നമ്മെ ക്ഷണിക്കുകയാണ്. അമ്മേ, എൻ്റെ മാനസാന്തരത്തിനായി അമ്മ നാളുകളായി പ്രാർത്ഥിക്കുകയായിരുന്നല്ലോ. ഇന്ന് ഞാൻ എന്തായിരിക്കുന്നുവോ
അത് അമ്മയുടെ പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രമാണ്. പാടുന്ന ഗാനത്തോട് ചേർന്ന് നന്ദിയോടെ സ്നേഹത്തോടെ അമ്മയ്ക്ക് മഹത്വം കൊടുക്കാം. ഇത്ര നാളുകൾ അമ്മേ കാത്തിരുന്നല്ലോ, മാനസാന്തരത്തിനായി പ്രാർത്ഥിച്ചല്ലോ, എൻ്റെ പേരു ചൊല്ലി എനിക്കായി നീ പ്രാർത്ഥിച്ചല്ലോ. ഇത്ര നാളുകൾ അമ്മേ കാത്തിരുന്നല്ലോ, മാനസാന്തരത്തിനായി പ്രാർത്ഥിച്ചല്ലോ, എൻ്റെ പേരു ചൊല്ലി എനിക്കായി നീ പ്രാർത്ഥിച്ചല്ലോ. ആവേ മരിയ, 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 ആവേ മരിയ. നിരാശയിൽപ്പെട്ട എൻ്റെ ജീവിതത്തെ വീണ്ടെടുക്കുവാൻ കാരണം അമ്മയുടെ പ്രാർത്ഥന ഒന്നു മാത്രമാണ്. അമ്മേ, നിന്റെ സ്നേഹം ഞാൻ ഒരിക്കലും മറക്കില്ല. എൻ്റെ പിന്നാലെ എൻ്റെ വീണ്ടെടുപ്പിനായി നീ നടന്ന നിമിഷങ്ങളെ ഞാൻ തിരിച്ചറിയുന്നു. നന്ദി പറയാം പ്രിയപ്പെട്ടവരെ. നിന്റെ പ്രാർത്ഥന എൻ്റെ പ്രാണനെ വീണ്ടെടുത്തല്ലോ, നിന്റെ സ്നേഹം എൻ്റെ ജീവനെ നേടിത്തന്നല്ലോ. നിന്റെ പ്രാർത്ഥന എൻ്റെ പ്രാണനെ വീണ്ടെടുത്തല്ലോ, നിന്റെ സ്നേഹം എൻ്റെ ജീവനെ നേടിത്തന്നല്ലോ. ആവേ മരിയ, 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 ആവേ മരിയ. ഈ ലോകത്തിൻ്റെ സുഖങ്ങളെല്ലാം ആവോളം അനുഭവിച്ച് ആസ്വദിച്ച് ഒരു ധൂർത്തപുത്രനെ പോലെ ഞാൻ നടന്നു നീങ്ങുകയായിരുന്നല്ലോ. അമ്മേ, അമ്മ എന്നെ കരം പിടിച്ച് യേശുവിൻ്റെ മാർഗത്തിലേക്ക് നയിച്ചത്. എൻ്റെ അമ്മേ, നന്ദി പറയുന്ന അമ്മേ, ഒരുപാട് നന്ദി. ദൂതനായി ഞാൻ പാപവഴികൾ നീങ്ങിയപ്പോ യേശുവിൻ തിരുമാർഗമേകാൻ നീ തുണച്ചല്ലോ. ദൂതനായി ഞാൻ പാപവഴികളിൽ നീങ്ങിയപ്പോ യേശുവിൻ തിരുമാർഗമേകാൻ നീ തുണച്ചല്ലോ. ആവേ മരിയ, ആവേ മരിയ,
ആവേ മരിയ ആവേ മരിയ ആവേ മരിയ ആവേ മരിയ ആവേ മരിയ. ശാന്തമാകാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. ഈ മരിയൻ പ്രാർത്ഥനയിൽ പങ്കുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും സഹോദരനോ സഹോദരിയോ നാളുകളായി പാപത്തിൻ്റെ അടിമത്തത്തിലാണ്, മാനസാന്തരം ആഗ്രഹിച്ചു, പറ്റുന്നില്ല. മകനെ മകളെ, സങ്കടപ്പെടേണ്ട. പാപികളുടെ സങ്കേതമായ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതങ്ങളെ ഒന്ന് കൊടുക്ക്. അമ്മ നിങ്ങളെ സഹായിക്കും. വിശ്വസിച്ചുകൊണ്ട് ജീവിതങ്ങളൊന്ന് സമർപ്പിച്ചേ, പ്രാർത്ഥിച്ചേ. ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. പാപികളുടെ സങ്കേതമായ പരിശുദ്ധ മറിയമേ, പാപിയായ എന്നെ രക്ഷിക്കണമേ. പാപികളുടെ സങ്കേതമായ പരിശുദ്ധ മറിയമേ, പാപിയായ എന്നെ രക്ഷിക്കണമേ. ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാമോ? പാപികളുടെ സങ്കേതമായ പരിശുദ്ധ മറിയമേ, പാപിയായ എന്നെ രക്ഷിക്കണമേ. ആമേൻ.